വാതിൽ പൊളിച്ചകത്ത് കയറിയിട്ട് നമ്മൾ ഉണർന്നെന്നിരിക്കട്ടെ, ഈ കയ്യിലിരിക്കുന്ന സ്പാൻഡർ വെച്ച് അടിക്കും. മോഷണം കംപ്ലീറ്റ് ചെയ്യാതെ പുള്ളി പോകുന്നു. ഇത്രയ്ക്ക് വലിയ മോഷണമാണ്. ഇറങ്ങിയാൽ ഏതെങ്കിലും വീട്ടിൽ കയറിയില്ല. അവിടെ നിന്ന് പോകുന്നത് ഒന്നെങ്കിൽ പൊട്ടിച്ചോടും, അല്ലെങ്കിൽ വാതിൽ പൊളിച്ച് കയറും. സാധാരണ ഓരോരുത്തർക്കും ഓരോ മോഡസ് ഓപ്പറാൻഡി ഉണ്ട്. വീട് പൊളിച്ച് കയറുന്നവൻ അങ്ങനെ കയറും, ഓട് പൊളിച്ച് കയറുന്നവൻ അങ്ങനെ കയറും. ചിലരകത്ത് കയറി കഴിഞ്ഞാൽ ഫ്രിഡ്ജ് തുറന്ന് എന്തെങ്കിലും കഴിച്ചിട്ടേ പോകുള്ളൂ. വീടിനകത്ത് ആരുമില്ലെങ്കിൽ പാചകം ചെയ്ത് കഴിച്ചിട്ട് പോകുന്നവന്മാരുണ്ട്. വിവിധ തരം മോഷണ രീതികളുണ്ട്. അതിൽ വെറൈറ്റി ആയിട്ട് സാറിന് തോന്നിയ ഏതെങ്കിലും മോഷണമുണ്ടോ? അങ്ങനെയുള്ള മോഷ്ടാക്കൾ അറിയാവോ? ഒരു വ്യക്തിയെ കള്ളനെന്ന് മുദ്രകുത്തപ്പെട്ടാൽ അയാൾക്ക് ജീവിതത്തിലോട്ട് തിരിച്ചു വരാൻ പറ്റുമോ? അങ്ങനെ വന്നവയെ സാറിന് അറിയാവോ? ചോദ്യം നല്ലൊരു ചോദ്യമാണ്. പല തരം മോഷ്ടാക്കളെ നമ്മൾ സർവീസിൽ കണ്ടിട്ടുണ്ട്. അവരെ നന്നാക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. ചിലർ നന്നായിട്ടുണ്ട്, ചിലർ വീണ്ടും പഴയ ഹാർഡ് ആൻഡ് ക്രിമിനൽസാണ്. അവർ നന്നാക്കാൻ പറ്റാതെ പോയ സംഭവങ്ങളാണ്. ഞാൻ പെട്ടെന്ന് ഓർത്തത് കൊച്ചിക്കാരനായ ഒരു മോഷ്ടാവ്. അയാൾ കുറേ കാലം ജയിലിലായിരുന്നു. ജയിലിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ സെക്കൻഡ് ഷോയ്ക്ക് പോകും. സ്ഥിരമായിട്ട് ഇവരുടെ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ എല്ലാവരുടെയും സ്റ്റേറ്റ്മെൻറ്റിൽ അവർ പറയുന്നത് അവർക്ക് ഒരു 12 മണി വരെ ആൾക്കാർ ഉറക്കം പിടിക്കാൻ തുടങ്ങുന്നത് വരെ സേഫായി ഇരിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് തിയേറ്ററോ അതുപോലെ ബാറോ ഒക്കെ. അപ്പോൾ തിയേറ്ററിൽ പോയി, ബാറിൽ പോയി മദ്യപിച്ചു, നേരെ തിയേറ്ററിൽ പോയി. തിയേറ്ററിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ കള്ളകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവൻ കയറുന്ന സ്ഥലത്തെല്ലാം കാര്യമായ മോഷണം നടത്തിയിട്ട് ഇറങ്ങാറുള്ളൂ. ഒരു 35 പവനിൽ കുറയാതെ അയാൾ സ്ഥിരമായി മോഷ്ടിക്കും. അപ്പോൾ ഇയാളുടെ സെക്കൻഡ് ഷോ കഴിഞ്ഞ് നടന്നു പോകുമ്പോൾ നമ്മൾ ചില ഇൻസ്റ്റിങ്ക്റ്റ് എന്നൊക്കെ പറയണം. ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറയുന്ന പോലെ ഇയാൾക്കറിയാം ഇന്ന വീട്ടിൽ കയറിയാൽ അവിടെ സാധനം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ കയറിയാൽ കൃത്യമാണ് അവിടെ നിന്നൊരു 35 പവനിൽ കുറയാതെ എടുക്കും. ഇവൻ്റെ ഒരു സ്റ്റൈലെന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമാനാണ്. ഒരിക്കലും ഒരാളുടെ മുഖത്ത് നോക്കണം ഞാൻ കണ്ടിട്ടില്ല. സൈഡ് തിരിഞ്ഞ് നോക്കുക, കണ്ണിങ്ങനെ വെട്ടിച്ചോണ്ടിരിക്കുക, താഴേക്ക് നോക്കിയിരുന്ന് സംസാരിക്കുക. ഇതൊക്കെയാണ് ഇയാളുടെ പതിവ്. നമ്മൾ ചോദ്യം ചെയ്യാൻ വിളിക്കുമ്പോഴൊക്കെ ഇയാൾ സെക്കൻഡ് ഷോ കഴിഞ്ഞ് പോകുമ്പോൾ കൃത്യമായി വീട് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നേരെ കയറും. കയറുന്നത് പണ്ട് നമ്മൾ തൃപ്പൂണിത്തുറയിലേക്ക് ഒരു മോഡസ് ഓപ്പറാൻഡി പോലെയാണ്. അവിടെ പണ്ട് ഈ തിരുട്ട് ഗ്രാമത്തിൽ നിന്ന് വരുന്നവർ വീട് പൊളിക്കുന്നത് ഒന്നെങ്കിൽ ട്രെയിൻ പോകുമ്പോൾ, അല്ലെങ്കിൽ നല്ല മഴക്കാലത്താണെങ്കിൽ ഒരു മിന്നൽ കഴിഞ്ഞാൽ പുറകെ ശക്തമായി ഇടി വരുമെന്ന് കണ്ടാൽ അതിൻ്റെ കൂട്ടത്തിൽ വലിയൊരു കല്ല് വെച്ചിട്ട് 3-4 പേര് ചേർന്ന് ഒരുമിച്ച് ഒറ്റയടിക്ക് വാലുറക്കും. അത് കഴിഞ്ഞ് 4 പേര് അകത്ത് കയറി ഒരു കത്തി കഴുത്തെ വെച്ചാൽ നമ്മുടെ പണി കഴിഞ്ഞു. പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എത്ര വലിയ ബില്ലാണെന്ന് പറഞ്ഞാൽ ഉറക്കത്തിൽ 4 പേര് ചുറ്റും നിന്ന് 4 കത്തി ദേഹത്ത് വെച്ചാൽ നമ്മുടെ പണി കഴിഞ്ഞു. പിന്നെ നമ്മളെ ഒരു കുത്തു തന്ന് എടുത്തുകൊണ്ട് പോയി തുറപ്പിച്ച് കയറിക്കൊണ്ട് പോകും. ഇയാൾ അതുപോലെ തന്നെ ഒരു ആക്രമണകാരിയാണ്, പക്ഷെ വേറൊരു സ്റ്റൈലാണ് ഉപയോഗിക്കുന്നത്. അകത്ത് കയറുന്നത് ട്രെയിൻ പോകുമ്പോഴോ അതുപോലെ എന്തെങ്കിലും വലിയ ലോറി പോകുമ്പോഴൊക്കെ ഉള്ളൊരു ശബ്ദം. ആ ശബ്ദത്തിൻ്റെ സമയത്ത് ഇയാൾ വാതിൽ പൊളിക്കും. പുറവശത്ത് പൊളിച്ചകത്ത് കയറി കഴിഞ്ഞാൽ നേരെ വീടിനകത്തേക്ക് വരും. ആരും അറിയാതെ സാധനം എടുത്തുകൊണ്ട് പോകാൻ നോക്കും. പീസ്ഫുള്ളായിട്ട് കക്കാനാണ് അയാൾക്ക് ഇഷ്ടം. ഇനി ആരെങ്കിലും എതിർത്താൽ കയ്യിൽ വലിയൊരു സ്പാനറുണ്ട്. അപ്പോൾ എല്ലാം തുറക്കാൻ പറ്റിയ വിധത്തിൽ സ്പാനർ, സ്ക്രൂ ഡ്രൈവർ, പൊളിക്കാൻ പറ്റിയ എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഒരു ടൂൾ കിറ്റുമായിട്ടാണ് പുള്ളി വരണം. അപ്പോൾ ഈ ടൂൾ കിറ്റ് സിനിമയ്ക്ക് പോകുമ്പോൾ എവിടെയെങ്കിലും ഒളിച്ചു വെച്ചിട്ട് പോകും. തിരിച്ച് വരുന്ന ടൂൾ കിറ്റും എടുത്തുകൊണ്ട് നേരെ വരും. ഇനി വഴി വെച്ച് പോലീസുകാരെ കണ്ടാൽ ഈ ടൂൾ കിറ്റുമായിട്ട് കണ്ടാൽ അപ്പം തന്നെ പിടിക്കുമെന്നറിയാം. അതുകൊണ്ട് ഒളിച്ച് ഒരിക്കലും റോഡിൽ കൂടെ വരത്തില്ല. ഒന്നെങ്കിൽ റെയിൽവേ ട്രാക്കിൽ കൂടെ വരും, അല്ലെങ്കിൽ ചെറിയ പറമ്പുകൾ ചേർന്നേ വരുള്ളൂ. തോട് ഇതൊക്കെ നീന്തി അങ്ങനെയൊക്കെ വരും. അകത്ത് കയറി വാതിൽ പൊളിച്ച് അകത്ത് കയറിയിട്ട് നമ്മൾ ഉണർന്നെന്നിരിക്കട്ടെ, ഉണർന്നാൽ ഈ കയ്യിലിരിക്കുന്ന സ്പാൻഡർ വെച്ച് അടിക്കും. മോഷണം കംപ്ലീറ്റ് ചെയ്യാതെ പുള്ളി പോകുന്ന വിഷയമില്ല. കാരണം പുള്ളി പറയണത് വളരെ കഷ്ടപ്പെട്ടാണ് ഒരു വീട് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അവിടെ മോഷിച്ചില്ലെങ്കിൽ ഇങ്ങനെ എല്ലായ്പ്പോഴും മോടി നടക്കാനൊന്നും പറ്റത്തില്ല. പുള്ളി വളരെ എക്സ്പേർട്ടാണ് ആ കാര്യത്തിൽ. വന്ന കാര്യം ചെയ്തിട്ടേ പോകും. നേരെ വരുന്നു, ഈ കയ്യിലിരിക്കുന്ന സ്പാനർ വെച്ച് എണീറ്റ് ഉറക്കത്തിൽ ഇങ്ങനെ പകുതി ഉറക്കത്തിൽ എണീറ്റ് വരുന്ന എത്ര ആരോഗ്യമുള്ളൊരു പുരുഷനാണെങ്കിലും ശരി, അയാളുടെ ചെവിയുടെ ഇടതുവശത്തെ ചെവിയുടെയും വലതുകയാണ് ഉപയോഗിക്കണം. മുകളിൽ ഒരടി അടിയെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വീശിയല്ല അടിക്കുന്നത്. അതൊക്കെ അയാൾ ഇങ്ങനെ പറഞ്ഞു തന്നു. വീശിയല്ല അടിക്കുന്നത്. അത് ഏറ്റവും ഷോർട്ടസ്റ്റ് വേയിൽ നമ്മുടെ ചെവിയുടെ മുകളിൽ അടിക്കും. ഒരടിക്ക് വിടില്ലെങ്കിൽ ഒരടി കൂടെ മതി, ആൾ കിടന്നു. അത് എന്നിട്ട് നേരെ ഇവനെ അവിടെ അഥവാ ഇനി ഉണർന്നാൽ അവിടെ അനങ്ങാതിരുന്നോളും. പിന്നെ അടി വേണ്ട, 3ാമത്തെ അടി കൊള്ളാൻ ഇവർ തയ്യാറാകത്തില്ല. താക്കോൽ എവിടെയാൻ ചോദിക്കുന്നു, തുറക്കുന്നു, പോയി സാധനം എടുത്തുകൊണ്ട് ചുരുട്ടി അവൻ പോകും. അപ്പോൾ ഇങ്ങനെ കുറേ മോഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇയാളെ ഞങ്ങൾ പിടിക്കാൻ ശ്രമിച്ചു. ഇയാളെ ലൊക്കേറ്റ് ചെയ്ത് തന്നെ വളരെ കഷ്ടപ്പെട്ട. അപ്പോൾ ഇത് ഒരു മൊബൈലൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയ കാലഘട്ടത്തിലാണ്. ഞങ്ങളെ കളിപ്പിക്കുക എന്നുള്ളത് ഇയാളുടെ ഒരു വലിയ ഒരു തമാശ കൂടെയാണ്. ഇയാളെ ഞങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തു എന്നറിഞ്ഞ് ഞങ്ങൾ പോലീസിന് അയാളുടെ നമ്പറുണ്ട്. അപ്പോൾ ഇയാൾ തെങ്കാശിയൊക്കെ ബേസ് ചെയ്തിട്ടാണ് മോഷണം നടത്തുന്നത്. ഇയാൾ അവിടെ നിന്ന് പുറപ്പെടുമ്പോൾ ഈ നമ്പർ ഓൺ ചെയ്തിട്ടിട്ട് ഒരു നമ്മുടെ കേരളത്തിൽ എവിടെയെങ്കിലും വന്നിട്ട് റെയിൽവേ സ്റ്റേഷനിൽ അതിൻ്റെ മുകളിൽ ഈ ഫോണങ്ങ് വയ്ക്കും.
അപ്പോൾ നമ്മൾ ഇയാളെ കിട്ടി കുറച്ച് ദിവസമായിട്ട് ഫോൺ ഓണായിട്ടുണ്ട് സാർ. സൈബർ സെല്ലിൽ വിളിച്ച് പറയുന്നു ഉണ്ടെങ്കിൽ ഇവിടെ എല്ലാവരും ഇളകുന്നു, വണ്ടി എടുക്കുന്നു, അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു, ലൊക്കേഷൻ പറയുന്നു, നേരെ പോകുന്നു തിരുവനന്തപുരം. അവിടെ നിന്ന് വണ്ടി വടക്കോട്ട് വരുന്നു. അപ്പോൾ പോയ 3-4 വണ്ടികൾ ചെക്ക് ചെയ്തു. എല്ലാ ട്രെയിനും ഒരു ട്രെയിൻ ചെക്ക് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടറിയാമല്ലോ. അങ്ങനെ ചെക്ക് ചെയ്ത് തൃശ്ശൂർ കഴിയുമ്പോഴാണ് നമുക്ക് ഈ ഒരു മൊബൈൽ അവിടെ കിടപ്പുണ്ടെന്ന് മനസ്സിലാകുന്നത്. ഈ ആൾക്കാർ ഇതിനകത്ത് പ്രവേശിച്ചിട്ടുണ്ടാവും. പിന്നെ അവൻ്റെ സ്വന്തം മൊബൈൽ, പുതിയ മൊബൈൽ ഉപയോഗിച്ചിട്ട് ആയിരിക്കും അവൻ്റെ കളി മുഴുവൻ. അപ്പോൾ നമ്മളെ ഇങ്ങനെ 1-2 പ്രാവശ്യം പറ്റിച്ചു. കിട്ടിയ അടി ആരോടും മിണ്ടാതെ വൈകുന്നേരം വന്ന് എല്ലാവരും കൂടെ ചർച്ച ചെയ്ത് ആരോടും പറയണ്ട, ഇത് പുറത്തിറങ്ങിയ നാണക്കേടാണെന്നും പറഞ്ഞ് പോവുകയായിരുന്നു പതിവ്. ഒരു പ്രാവശ്യം ഇയാൾ തമിഴ്നാട്ടിൽ പോയിട്ട് അവിടെയുള്ളൊരു തൻ്റെ ഭാര്യയുമായിട്ട് കൂടിച്ചേർന്നു. അപ്പോൾ അങ്ങനെ ഒരു ന്യൂസ് ഒരു കള്ളൻ തന്നെ പറഞ്ഞു, ഇവൻ അവിടെ പോയി ഇന്നവൻ്റെ ഭാര്യയുമായിട്ടാണ് ഇപ്പം നടപ്പ്. അപ്പോൾ ഞങ്ങൾ സ്വാഭാവികമായിട്ട് ചിന്തിച്ചു, ഇവൻ്റെ ഭാര്യയും കൊണ്ട് മറ്റവൻ നടക്കുമ്പോൾ, കള്ളൻ നടക്കുമ്പോൾ മറ്റവൻ എന്തായാലും സ്വാഭാവികമായിട്ട് ഇവനോട് ഒരു ദേഷ്യം ഉണ്ടാവുമല്ലോ. ഞങ്ങൾ അയാളെ പോയി കണ്ടു. അവൻ്റെയും തൊഴിൽ ഇത് തന്നെ. അപ്പോൾ അവൻ രഹസ്യമായിട്ട് ഇവൻ്റെ പുതിയ നമ്പർ ഞങ്ങൾക്ക് സംഘടിപ്പിച്ചു തന്നു. ഞങ്ങളത് സർവൈലൻസ് വെച്ചുകൊണ്ടിരുന്നു. കുറേ നാളത്തേക്ക് ഒരു അനക്കമില്ല. പെട്ടെന്ന് സൈബറിൽ നിന്ന് അലർട്ട് വന്ന്, സാറേ ആ നമ്പർ ഓണായിട്ടുണ്ട്, അത് പക്ഷേ മൂവ് ചെയ്യുന്നുണ്ട്, കേരളത്തിലേക്കാണെന്ന് തോന്നുന്നു. ഇടയ്ക്ക് സ്വിച്ച് ഓഫ് ആകുന്നു, ഓണാകുന്നു, സ്വിച്ച് ഓഫ് ആകുന്നു, ഓണാകുന്നു. അപ്പോൾ ഒരു സംശയം ഈ സൈബർ സെല്ലിൻ്റെ കൂട്ടത്തിലുള്ളവർ പറഞ്ഞത് ഇയാൾ ട്രാവൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പോലീസുകാർക്ക് പറഞ്ഞത് ഇവർ ഇടയ്ക്കിടയ്ക്ക് പ്രത്യേക ലൊക്കേഷനിൽ വരുമ്പോഴാണ് ഇവരിത് ഓൺ ചെയ്യുന്നത്, ആരെയൊക്കെ വിളിക്കുന്നുണ്ട്, തിരിച്ചു പോരുകയാണ്. അപ്പോൾ ഇവിടെയുള്ള സഹായികളെയൊക്കെ വിളിക്കുകയാണെന്ന് തോന്നുന്നു. അങ്ങനെ വന്ന് തൃശ്ശൂർ വരെ ഇപ്പം ഞങ്ങൾ നോക്കിയപ്പോൾ ബസ്സിലാണ് ഇയാൾ പോകുന്നതെന്ന് ഞങ്ങൾക്ക് ഉറപ്പിച്ചു. അപ്പോൾ അന്ന് എറണാകുളത്ത് വരെ വന്നതിന് ശേഷം തൃശ്ശൂർ ഭാഗത്തേക്ക് ആ 1 മണിക്കൂറിൽ 3-4 ബസ് പോയിട്ടുണ്ട്. ഈ 4 ബസ്സിൻ്റെ പുറകെയും ഞങ്ങൾ 2-3 കാറിൽ പുറകെ പോയി. അപ്പോൾ ഒരു ബസ്സിൽ ചെന്നപ്പോൾ, 2-മത്തെയോ 3-മത്തെയോ ബസ്സിൽ ചെന്നപ്പം ഇയാൾ തലവഴി മുണ്ട് പുതച്ച്, ഈ ഒരിക്കലും വെക്കാത്ത കണ്ണടയാണ് വെച്ചിരിക്കുന്നത്. നമ്മുടെ ഈ സോഡാ കുപ്പി പോലത്തെ ഒരു വലിയ കണ്ണട, അതൊക്കെ വെച്ച് നമ്മളെ നോക്കി കഴിഞ്ഞാൽ ഒരു കിളവൻ നോക്കണ പോലെ ഇരിക്കും. തലയിലൊരു കെട്ടൊക്കെ കെട്ടി ചരിഞ്ഞ് കിടന്ന് ഉറക്കുക. പക്ഷെ കയറിയ പോലീസുകാരനൊരു സംശയം ഉണ്ടായിരുന്നു. അടുക്കെ ചെന്ന് ഒന്നിങ്ങനെ ശബ്ദം ഉണ്ടാക്കിയ ശേഷം ഇവൻ്റെ പേരങ്ങ് വിളിച്ചു. ഓ എന്നും പറഞ്ഞുകൊണ്ട് ഉറക്കത്തിൽ നിന്ന് ചാടി എണീറ്റ്. അപ്പം ആളെ മനസ്സായി, ബാ കൂടെ പോരെന്ന് പറഞ്ഞു. അങ്ങനെ കൊണ്ടുവന്ന് ഞങ്ങൾ ഇയാളോട് ചോദിക്കാൻ തുടങ്ങി. ചോദിക്കുമ്പോൾ ഇയാൾ പറഞ്ഞത് ഞാനൊരു 10-30 മോഷണം നടത്തിയിട്ടുണ്ട്. ഇതെല്ലാം ഞങ്ങൾ കൊടുത്തിരിക്കുന്നത് തമിഴ്നാടിൻ്റെ തെക്കേ അറ്റത്തുള്ള ഒരു സ്ഥലത്തുള്ളൊരു ജ്വല്ലറിയിലാണ്. അപ്പോൾ അത് ഉറപ്പാണോ, ഞങ്ങളെ പറ്റിക്കുകയാണെന്ന് ചോദിച്ചപ്പോൾ ഇല്ല, അത് ഉറപ്പാണ്. ഞങ്ങൾ ഇയാളെയും കൂട്ടി അങ്ങോട്ടേക്ക് വന്നു. അവിടെ ചെന്ന് കള്ളനെ കാണിച്ചു കഴിഞ്ഞപ്പം അയാളൊരു നോർത്ത് ഇന്ത്യനാണ്. അയാൾക്ക് ഇയാളെ കണ്ട ഭാവമില്ല, ഒരിക്കലും കണ്ടിട്ടില്ലാത്ത പോലെ മികച്ച ഭാവാഭിനയം, ഒരു രക്ഷയില്ല. അപ്പോൾ ഞങ്ങൾ ചോദിച്ചപ്പോൾ ഏറ്റവും അവസാനം പോകാൻ നേരത്തെ ഞങ്ങൾക്കൊരു തുമ്പ് കിട്ടിയത്, ഇവൻ പക്ക ഡിനയിലാണ്, ഇവൻ നമ്മളെ പറ്റിക്കുകയാണെന്നാണ് ആദ്യം വിചാരിച്ചത്. പക്ഷേ ഇറങ്ങാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, വേണമെങ്കിൽ ഞാൻ 1 ഗ്രാം തന്നേക്കാമെന്ന് പറഞ്ഞു, 1-2 ഗ്രാം. അപ്പോൾ വെറുതെ തന്നെ 1-2 ഗ്രാം തരത്തില്ല. അപ്പോൾ തിരിച്ചു കയറിയിട്ട് പറഞ്ഞു, നീയാണ് സാധനം വാങ്ങിച്ചിട്ടുള്ളത്, തരണം, തന്നേ പറ്റൂ, ഇല്ല നീ ഞങ്ങൾ കൊണ്ടുപോകും. ഇവിടെ നിന്ന് കൊണ്ടുപോകത്തില്ല. അവൻ ഞാൻ ഫോൺ ചെയ്തപ്പോൾ തന്നെ അവരുടെ അസോസിയേഷൻ്റെ കുറച്ച് ആൾക്കാർ വന്നു, കുറച്ച് നാട്ടുകാർ വന്നു, ആരൊക്കെയോ പൊളിറ്റീഷ്യൻസ് വന്നു. ഒരു വലിയ ബഹളമായി. ചാനലിനെ വിളിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ചാനലിലൊക്കെ വിളിച്ചു. ഇയാൾ പ്രതിയാണ്, ഞങ്ങൾ ഇയാളെ എപ്പോഴായാലും കൊണ്ടുപോയേ പറ്റുള്ളൂ, അതുകൊണ്ട് കൂടെ വന്നേ പറ്റുള്ളൂ. മോഷ്ടാവ് ഉറപ്പിച്ച് പറഞ്ഞു, ഞാൻ കള്ളനൊക്കെയാണ് സാറേ, ഇവിടെയാണ് സാധനം കൊടുത്തത്, ഇവിടെ ഇരിക്കുന്നതിൽ പകുതി സ്വർണ്ണവും ഞാൻ മോഷ്ടിച്ച് കൊടുത്തതായിരിക്കും, ഞാൻ അത്രയ്ക്ക് ഉറപ്പായിട്ടാണ് പറയണമെന്ന് പറഞ്ഞു. ചോദിച്ചു, നീ പറ്റിക്കാണോ? അല്ല. ഞങ്ങളവിടെ നിന്ന് തൽക്കാലത്തേക്ക് വിഡ്രോ ചെയ്തു. വിഡ്രോ ചെയ്തിട്ട് വേറൊരു സ്ഥലത്ത് പോയി കിടന്നു. നമ്മുടെ വണ്ടിയുടെ നമ്പറൊക്കെ അങ്ങ് മാറ്റി. ഒരു തമിഴ്നാട് രജിസ്ട്രേഷൻ വണ്ടി അവിടെ വഴിയിലിട്ടിട്ട് ഞങ്ങൾ അവിടെ ഒളിച്ചിരുന്നു. ഇയാളൊരു രാത്രി 8:30 ആയപ്പം കട അടച്ച്, ഇയാളുടെ കൂടെ ഉണ്ടായിരുന്ന ആൾ സ്കൂട്ടർ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞപ്പോൾ ഇയാൾ വന്ന് കാറിൽ കയറാൻ പോയപ്പോൾ ഞങ്ങളെ അവിടെ നിന്ന് പൊക്കി നേരെ വന്നു. വണ്ടി ഒറിജിനൽ നമ്പറൊക്കെ ഇട്ട് ഞങ്ങളിലേക്ക് പോന്നു, കേരളത്തിൽ വന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അയാൾ പറഞ്ഞ് ഒരു 10-15 പവൻ തരാം, ഞാൻ മേടിച്ചിട്ടുണ്ടെന്നായി. ഞങ്ങൾ പറഞ്ഞു മുഴുവൻ സ്വർണ്ണം കിട്ടാതെ നിന്നെ വിടത്തില്ലെന്ന്. അപ്പം അതിനുശേഷം പ്രതിയെ ഞങ്ങൾ ഹാജരാക്കി തിരിച്ച് കസ്റ്റഡി മേടിച്ചു. ഇയാൾ അവിടെ ഇത് വൈകുന്നേരം ആയപ്പോൾ ഇയാൾ പറഞ്ഞു, ഞാൻ സ്വർണം വാങ്ങിയിട്ടുണ്ട്, സ്വർണം തരാമെന്ന്. കുറച്ച് സ്വർണം അതിനകത്തുനിന്ന് ഫുള്ളായിട്ട് റിക്കവർ ചെയ്യാൻ പറ്റില്ല, അവൻ വേറെ ആർക്കൊക്കെ വിറ്റുപോയി. ബാക്കി സ്വർണം മുഴുവനും ഞങ്ങളുടെ അടുത്ത് കസ്റ്റഡി വെച്ചു. പക്ഷേ ഈ റിമാൻഡ് ചെയ്ത് ഇവൻ അകത്താക്കുന്നതിന് മുമ്പ് ഇവൻ ഞങ്ങളോട് പറഞ്ഞു, സാറേ എപ്പോൾ വേണമെങ്കിലും കൊള്ളാവുന്ന വല്ലവൻ്റെയും വീട്ടിൽ ചെന്ന് കയറിയാൽ അവർ വല്ല ഊരി കുത്തിയാൽ ഞാൻ ചത്തുപോകും, അതെനിക്കൊരു പേടിയുണ്ട്, കുടുംബം ഞാൻ മോഷ്ടിച്ച് കൊടുക്കണതിലാണ് കഴിയണത്, എനിക്ക് മതിയായി,
എവിടെയെങ്കിലും ഒന്ന് മനസ്സമാധാനമായിട്ട് ജീവിക്കാൻ എന്ത് ചെയ്യണം? പോകുന്നതിന് മുമ്പ് അപ്പം ഞാൻ റിമാൻഡിൽ എഴുതി ഒപ്പിട്ട് അങ്ങോട്ട് വിട്ട ഉടനെ തിരിച്ചു വരാൻ പറഞ്ഞു. കൊണ്ടുവന്നിരുത്തി, നീ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ സാറേ കുറച്ച് പൈസ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്, അതും നിങ്ങളും കൂടെ സഹായിക്കണമെങ്കിൽ ഞാനൊരു മീൻ തട്ടിടാം, നിങ്ങൾ കാണുകെ ഞാൻ ജോലി ചെയ്തോളാം, രാത്രി എപ്പോൾ വിളിച്ചാലും ഞാൻ വീട്ടിലുണ്ടാവും, എനിക്ക് മക്കളെയും പെൺപിള്ളേരുണ്ട്, അപ്പോൾ അവരെയൊക്കെ ഒന്ന് കെട്ടിക്കുകയൊക്കെ വേണം, കുറച്ച് കഴിയുമ്പോൾ പൈസ ആകുമ്പോൾ ഞാൻ എങ്ങോട്ടെങ്കിലും മാറിപ്പോയിക്കോളാം, വല്ല വയനാടോ അവിടെ പോയി പിള്ളേരെ കെട്ടിച്ചോളാം, എനിക്കൊരു സമാധാനം വേണം സാർ. എപ്പോഴും ഇങ്ങനെ ജയിലിൽ കൊണ്ടുപോകുമ്പോൾ അവിടെ ഇടി, പോലീസ് സ്റ്റേഷനിൽ ഇടി, അവിടെ കൂടെ കിടക്കുന്നവൻ്റെ ഇടി, ഇതൊക്കെ കൊണ്ട് ഇടിയാണ് എനിക്ക് സ്ഥിരമായി കിട്ടണം, അതുകൊണ്ട് എനിക്കൊന്ന് ജീവിക്കണം എന്ന് പറഞ്ഞു. ശരി, നീ പോയിട്ട് ഇറങ്ങി വന്നു. അവനെ ഞങ്ങൾ കുറച്ച് കാലം കഴിഞ്ഞ് അവൻ ജയിലിൽ നിന്ന് ഇറങ്ങി വന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ ഇവിടെ നിന്നൊക്കെ കുറച്ച് പേരൊക്കെ കൂടെ സംഘടിപ്പിച്ചിട്ട് അവനൊരു മീൻ തട്ട് ഇട്ടുകൊടുത്തു. ഒരു 3-4 മാസം ഞങ്ങൾ ചെക്ക് ചെയ്യുന്നുണ്ട്, രാത്രി വിളിച്ചാൽ കിട്ടും, എവിടെയുണ്ട് ഞാൻ വീട്ടിൽ ഇറങ്ങേണ്ട സാറ് നോക്കിക്കോ, അങ്ങനെ പറഞ്ഞ് നമ്മളെ ബോധ്യപ്പെടുത്തി അവൻ മര്യാദയ്ക്ക് സമാധാനമായിട്ട് ജീവിച്ചു പോവാണ്. അപ്പോൾ 2-3 ദിവസത്തേക്ക് പിന്നെ ഫോണിൽ ആളില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു പണി വീണ്ടും പഴയത് തുടങ്ങി. അവിടെ ചെന്ന് നോക്കിയപ്പോൾ ഇവൻ്റെ തട്ടെല്ലാം പൊളിഞ്ഞ് കിടപ്പുണ്ട്. അതൊക്കെ നാട്ടുകാർ തന്നെ ആരൊക്കെയോ പൊളിച്ചു കളഞ്ഞു. ഇവനെ കാണാനില്ല. എൻ്റെ വീട്ടിൽ അന്വേഷിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു മറ്റൊരു സംസ്ഥാനത്തിൽ നിന്ന് വന്ന പോലീസുകാർ ഇവനെ എടുത്തുകൊണ്ട് പോയി. എടുത്തുകൊണ്ട് പോയിട്ട് പഴയ ഏതോ കേസിൻ്റെ പേരും പറഞ്ഞ് അവനെ ബുക്ക് ചെയ്ത് അവനെ ഇടിച്ചു, അവൻ്റെ വിരലൊടിച്ച് കളഞ്ഞു. അവൻ ജയിലിലാണ്. ഭാര്യയോട് അവിടെ കാണാൻ ചെന്നപ്പോൾ പറഞ്ഞു, സാറിനോട് പറഞ്ഞേക്കണം എനിക്കിങ്ങനൊരു ജീവിതമേ ഉള്ളൂ, ഞാൻ നന്നാവാൻ നോക്കിയാലും നന്നാവില്ല, ഒന്നുകിൽ നിങ്ങൾ പിടിക്കും അല്ലെങ്കിൽ വേറുള്ളവർ പിടിക്കും, ഒരവസരം ഞാനൊന്ന് ഉപയോഗിച്ച് നോക്കിയാണ്, ഞാൻ പഴയ പണി ചെയ്യാം എന്ന് സാറിനോട് പറഞ്ഞേക്കാൻ പറഞ്ഞു. ഭയങ്കരമായിട്ടൊരു ബുദ്ധിമുട്ട് തോന്നിയ ദിവസമാണ്. നമ്മുടെ കയ്യിലൊന്നുമല്ല അതിൻ്റെ നിയന്ത്രണം, മറ്റൊരു സംസ്ഥാനത്തെ പോലീസാണ് കൊണ്ടുപോയത്. ഒറിജിനൽ കേസിനാണോ കൊണ്ടുപോയത്, പഴയ കേസിന് വല്ലതും പിടിച്ചുകൊണ്ട് പോയതാണോ? എന്നാലും അവനോട് കുറച്ച് ചെയ്തത് ക്രൂരതയായിപ്പോയി. നമ്മുടെ അന്യ സംസ്ഥാനത്തു നിന്ന് വന്ന ആൾക്കാരോ അല്ലെങ്കിൽ വേറെ എവിടെ നിന്നാണെങ്കിലും ശരി, അവനോട് നന്നാകാൻ ഒരു അവസരം നഷ്ടപ്പെട്ടു പോയി. പക്ഷേ ഒരിക്കലും നന്നാകാത്ത ചില ആളുകളുണ്ട്. അതിലൊരാളെ ഞാൻ ഓർക്കുന്നു. ആളെ ഞാൻ പൂർണ്ണമായിട്ട് പറഞ്ഞാൽ പെട്ടെന്ന് ആൾക്കാരെ ഐഡൻറ്റിഫൈ ചെയ്യും. അതുകൊണ്ട് ഞാൻ എളുപ്പം ഹൈഡ് ചെയ്തേ പറയുള്ളൂ. അയാൾ മട്ടാഞ്ചേരിക്കാരനാണ്, പൊക്കം വളരെ കുറവാണ്. പക്ഷേ ഏബിൾ ബോഡീഡായിട്ടുള്ള ഒരു 8 പോലീസുകാർ ആ ചെറിയ ആളെ പിടിച്ച് ജയിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ അയാളുടെ കാലെ പൊക്കി നമ്മൾ എയറിൽ പൊക്കി പിടിച്ചാൽ വെയിറ്റൊക്കെ കുറവാണ്. പക്ഷേ ദൈവം ഇത്രയും ആരോഗ്യം ഒരു മനുഷ്യനെ എങ്ങനെ കൊടുത്തെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു മോഷണ കേസിൽ ഇയാളെ സംശയിച്ചു. ഞങ്ങൾ ഇയാളെ പിടിക്കാൻ പോയി. പകലൊരു സ്ഥലത്തുനിന്ന് പോയി പിടിച്ചുകൊണ്ട് വന്ന് ഞാൻ അയാളെ കൊണ്ടുവന്ന് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് നിർത്തിയതിന് ശേഷം ഇറങ്ങി പോകാൻ നേരത്ത് ഞാൻ അവിടെ പാറാവ് നിന്ന ഒരു പോലീസുകാരൻ, എൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട ആളാണ്. അയാളുടെ പേരിൻ്റെ അവസാനത്തെ അക്ഷരം ബാവ എന്ന്. ഇത് കാണുന്നുണ്ടെങ്കിൽ ഓർക്കുമായിരിക്കും. അവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഞാൻ പറഞ്ഞു, നോക്കിക്കൊള്ളാം, ഇവൻ ഓടുന്നവനാണ്, സെല്ലിലിടണം, ഞാനൊന്ന് കുളിച്ചിട്ട് വന്നിട്ട് നമുക്ക് ചോദ്യം ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം എൻ്റെ മനസ്സിലുണ്ട് ഇവൻ ആളഭ്യാസി ആയതുകൊണ്ട് 4 പോലീസുകാരേ ഉള്ളൂ, 4 പേരൊന്നും പിടിച്ചാൽ ഇവൻ നിൽക്കത്തില്ല, ഒക്കെ കുറവാണ്, ഒരു കുട്ടിച്ചാത്തൻ ടൈപ്പ്. ഞാൻ കുളിക്കാൻ കയറുമ്പോൾ ഒരു ഭയങ്കര ബഹളം കേൾക്കാം, അയ്യോ പിടിക്കണം കെട്ടറാ എന്നൊക്കെ പറഞ്ഞു, നിൽക്കടാ എന്നൊക്കെ. അപ്പോൾ എനിക്ക് മനസ്സിലായി ആൾ പോയി. അപ്പോൾ ഇവരെ എനിക്ക് ഇൻ്റർകോമിൽ വിളിക്കുന്നുണ്ട്, ഞാൻ എടുത്തില്ല, എനിക്കറിയാം ആൾ പോയി കഴിഞ്ഞ് ഇനി വേറെ മാർഗ്ഗം ആലോചിക്കണം. ഞാനവനെ തിരിച്ചു വന്ന് സ്റ്റേഷനിൽ വന്നപ്പം പോലീസുകാരന് സസ്പെൻഷൻ ആവുമോ, ഇനി ഞാൻ വല്ല കടുംകൃത്യം ചെയ്തിട്ട് ഇയാളെ ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്യിക്കുമോ എന്നൊക്കെ പറഞ്ഞ് ആകെ പേടിച്ച് വരേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞു ഇവനെ ഏത് പോലീസ് നോക്കിയാൽ ഓടുന്നവനാണ്, നിങ്ങൾ ആ കാര്യത്തിൽ ബുദ്ധിമുട്ടണ്ട പറഞ്ഞ് എന്നെ തള്ളിയിട്ടിട്ടാണ് സാറേ ഓടിയത്. അപ്പോൾ തോക്ക് തെറിച്ചു പോയി. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, നമുക്ക് അതിൻ്റെ നടപടിയൊക്കെ ഉണ്ടാക്കാം, നിങ്ങളിപ്പം മിണ്ടാതിരിക്കുക. അപ്പോൾ എനിക്കൊരു വാശിയായി. ഞങ്ങൾ ഇവൻ്റെ പുറകെ കുറച്ച് ആൾക്കാരുണ്ട്. ഇവൻ ദൂരെയൊന്നും പോകത്തില്ല. ഇവൻ്റെ മോഷ്ടിക്കുന്ന മുതൽ വിറ്റ് കൊടുക്കുന്നത് അവൻ്റെ അമ്മയാണ്. അപ്പോൾ അവർ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. അവിടെയുള്ള സ്ഥിരമായിട്ട് ചില മോഷണം മുതൽ മേടിക്കുന്ന ജ്വല്ലറികളൊക്കെ ഉണ്ട്. ഇവന് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയി. രാത്രി വന്ന് അടുത്തുള്ള ഏതെങ്കിലും കെട്ടിടത്തിൻ്റെ മുകളിലെ പാരപ്പറ്റോ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ കയറി കിടക്കും. നമുക്ക് ഇവനെ മായാവിയാണ്. എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്. നമ്മൾ ഒരാളെ പിടിക്കാൻ പോകുമ്പോൾ നമ്മൾ ഇന്ന ആൾ അത് അയാൾ ചെയ്യുമെന്ന് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാം. ഇന്ന കാര്യം ചെയ്യും. ഒരു മതിൽ ചാടും. ഇവ മതിൽ ചാടുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. പോകുന്നു, ഒറ്റ കൈ കുത്തുന്നു പറയുന്നു. നമ്മളിവിടെ ചെന്ന് 2 കൈ കുത്തി കാലപ്പുറത്തേക്ക് വെക്കുമ്പോഴത്തേക്ക് ഇയാൾ അടുത്ത മതിലിൻ്റെ മുകളിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടാവും, അപ്രത്യക്ഷമായിട്ടുണ്ടാവും. മായാവിയാണ്. അപ്പോൾ ഇവനൊരു തിയേറ്ററിൽ കയറിയതാണ്. ഞങ്ങൾ ചെന്ന് തിയേറ്റർ വളഞ്ഞ് അകത്തെ പുറത്തുള്ള വാതിൽ മുഴുവൻ പൂട്ടി ഞങ്ങൾ അകത്ത് കയറിയതിന് ശേഷം ലൈറ്റ് ഇട്ടപ്പം ഇയാൾ അവിടെ ഉണ്ടെന്നുള്ള ഉറപ്പായിരുന്നു. കാരണം നമ്മുടെ ഏജൻറ്റ് അവിടെ ഇരിപ്പുണ്ട്. അയാൾ കൈകൊണ്ട് കാണിച്ചിങ്ങനത്തുണ്ടെന്ന്. നേരെ
അയാളുടെ അടുത്തേക്ക് ചെന്നപ്പോഴത്തേക്ക് ഇവൻ പുറകോട്ട് ഓടുന്നത് രസമാണ്. നിങ്ങൾ ആരെങ്കിലും കസേരയുടെ അടിയിൽ കൂടെ ഒരാൾ ഓടി പുറകോട്ട് പോകുന്നത് സങ്കല്പിച്ച് നോക്കണം. ഈ ചെറിയ ആളായതുകൊണ്ട് ഇവൻ നമ്മൾ ഓടുന്നതിനോടൊപ്പം കസേരയുടെ അടിയിൽ കൂടെ എലി ഓടുന്നത് പോലെ ഓടി നമ്മൾ ഏറ്റവും പുറകിൽ ചെല്ലുമ്പോൾ ഇവൻ ഏറ്റവും പുറകിൽ എണീറ്റ് നിൽപ്പുണ്ട്. അവിടെ ചെന്നപ്പം അടുത്ത പ്രകടനം. ഇതെങ്ങനെ പറ്റുന്നു? ചാടി കസേരയുടെ ചാരു ബെഞ്ചിൻ്റെ മുകളിൽ കയറി, എന്നിട്ട് ഈ ഇരിക്കുന്ന ആൾക്കാരുടെ തോളിൽ ചവിട്ടി. അക്ഷരാർത്ഥത്തിൽ ഇത് സിനിമയിൽ പോലും കണ്ടു കാണത്തില്ല. ഒരാളുടെ തോളിൽ നിന്ന് അടുത്ത ആളുടെ തോളിൽ ചവിട്ടി, അടുത്ത ആളുടെ തോളിൽ ചവിട്ടി, ഏറ്റവും ഫ്രണ്ടിലെ സ്ക്രീൻ അടുത്ത് വരെ അയാൾ വന്നു. ഞാൻ ഈ ഓട്ടത്തിനിടെ ഞാൻ ഇവനെ ഓടുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ ഞങ്ങൾ നമ്മൾ ഈ പാമ്പിനെ തെല്ലിക്കൊല്ലാനോ അല്ലെങ്കിൽ എലിയെ പിടിക്കാനോ ഒക്കെ ഓടുന്ന പോലെ ഇതിനിടയിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട്. അപ്പോൾ ഓടുന്നു, കൂട്ടിയിടിക്കുന്നു, ആൾക്കാർ ബഹളം വയ്ക്കുന്നു, കൂക്ക് വിളിക്കുന്നു, ഭയങ്കര. നമ്മളെ കൂകുന്നത് പറഞ്ഞാൽ നമുക്ക് നാണക്കേടല്ല. ഇവൻ ഓടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും 3-4 റൗണ്ട് ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇടയ്ക്ക് വെച്ച് എവിടെയോ കാലിൻ്റെ മുട്ട വേണ്ടത് ബെഞ്ചിലെ അടിച്ചുകൊണ്ട് അവൻ അവിടെ ഒന്ന് വീണ്. അപ്പോഴത്തേക്ക് ഞങ്ങൾ അവനെ പിടിച്ചുകൊണ്ടെന്ന് ചോദിച്ചു, കുറേ മോഷണ കേസൊക്കെ പറഞ്ഞു. പക്ഷേ അയാൾ മരിക്കുമ്പോൾ ഒരു 45 വയസ്സോ വല്ലതും കാണുമായിരിക്കും. അതൊന്നും തോന്നത്തില്ല. കണ്ടാൽ ഒരു 28 വയസ്സിനപ്പുറം പറയത്തില്ല. എന്ത് വർക്കൗട്ടാണോ എന്തൊക്കെയാണോ ചെയ്യണമെന്ന് അറിയില്ല. പക്ഷേ പുള്ളി കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് സ്ഥിരം മദ്യപാനമാകും. അയാളുടെ ഒരു ആരോഗ്യം വെച്ച് ജീവിതത്തിൽ ഒരിക്കലും മരിച്ചു പോകാത്തൊരു മനുഷ്യനാണോ എന്ന് തോന്നും, അത്രയ്ക്ക് വരും. പക്ഷേ ഇടയ്ക്ക് വെച്ച് ഈ പോലീസ് പിടിക്കാൻ ചെല്ലുമ്പോൾ വീടിനകത്തുള്ള അടുത്തുള്ള ഓടയുടെ അകത്ത് കമഴ്ന്ന് ഇറങ്ങിക്കിടന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട് അയാൾ. നമ്മൾ ഒരിക്കലും ഒരുത്തന് ഓടെ കിടക്കുമെന്ന് വിചാരിക്കില്ല. അവൻ ഓടയിൽ കിടന്ന്, പക്ഷേ ഒരു ദിവസം ഓടയിൽ തന്നെ എങ്ങനെയോ വീണ് തലയടിച്ച് വീണിട്ട് മൂക്കിനകത്തൂടെ ചെളിവെള്ളമൊക്കെ കയറി, മദ്യപിച്ചിട്ടുണ്ടായിരുന്നു, കയറിയിട്ട് അയാൾ മരിച്ചുപോയി. അയാളെ നന്നാക്കാൻ നമ്മുടെ കയ്യിലുള്ള എല്ലാ ട്രിക്കുകളും എല്ലാ രീതിയും ഉപയോഗിച്ചു. അമ്മയെ വിളിച്ചുകൊണ്ട് വരുന്നു, അവരെ കൊണ്ട് ഉപദേശിപ്പിക്കുന്നു, നമ്മൾ നേരിട്ട് പറയുന്നു, എന്തെങ്കിലും സ്ഥാപനം ഇട്ട് കൊടുക്കാമെന്ന് പറയും. കാരണം അത്രയ്ക്ക് വലിയ മോഷണമാണ്. ഇറങ്ങിയാൽ ഏതെങ്കിലും വീട്ടിൽ കയറിയിരിക്കും. അവിടെ നിന്ന് പോകുന്നത് ഒന്നെങ്കിൽ പൊട്ടിച്ചോടും, അല്ലെങ്കിൽ വാതിൽ പൊളിച്ച് കയറും. സാധാരണ ഓരോരുത്തർക്കും ഓരോ മോഡസ് ഓപ്പറാൻഡി ഉണ്ട്. വീട് പൊളിച്ച് കയറുന്നവൻ അങ്ങനെ കയറുള്ളൂ, ഓട് പൊളിച്ച് കയറുന്നവൻ അങ്ങനെ കയറും. ചിലരകത്ത് കയറി കഴിഞ്ഞാൽ ഫ്രിഡ്ജ് തുറന്ന് എന്തെങ്കിലും കഴിച്ചിട്ടേ പോകുള്ളൂ. വീടിനകത്ത് ആരുമില്ലെങ്കിൽ പാചകം ചെയ്ത് കഴിച്ചിട്ട് പോകുന്നവന്മാരുണ്ട്. ഇനി ഫ്രിഡ്ജിനകത്ത് എന്തെങ്കിലും മലവിസർജനം ചെയ്ത് നമുക്കിട്ട് ഒരു പണി തന്നിട്ട് പോകുന്ന കള്ളന്മാരുണ്ട്. അതൊരു അവൻ്റെ മനസ്സൊക്കെ പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ പല ആൾക്കാരുണ്ട്. പലരെയും നമ്മൾ കണ്ടുപിടിക്കുന്നത്. ചിലർ മോഷണത്തിന് മുമ്പ് അവിടെ വന്ന് സിഗരറ്റ് വലിക്കും, ചിലർ അതിനകത്ത് മലവിസർജനം ചെയ്യും, ചിലർ പിന്നെ ജനൽ പൊളിച്ച് കയറും. ഇത് നമ്മളിപ്പോൾ അങ്ങനെ ഓരോ മോഡസ് ഓരോന്നായിട്ട് നമ്മളിങ്ങനെ പോലീസ് സ്റ്റേഷനിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഇന്നയാൾ. പക്ഷേ ഇയാൾ എന്തും ചെയ്യുന്ന ഒരാളാണ്, എന്തും. ഇനി വണ്ടിയിനകത്ത് ലാപ്ടോപ്പ് ഇരിക്കണം കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഗ്ലാസ് അടിച്ച് പൊളിച്ചെടുത്തുകൊണ്ട് പോകും. ഒരു വണ്ടി അവിടെ ഇരിക്കണം കണ്ടു കഴിഞ്ഞാൽ അത് കണക്ട് ചെയ്ത് അതുകൊണ്ട് വിൽക്കും. അങ്ങനെ എന്തും മോഷ്ടിക്കും. മോഷണം പുള്ളി ഒരു കലയായിട്ട്, ഒരു സയൻസായിട്ട്, ഒരു ആർട്ടായിട്ട് വളർത്തിയെടുത്ത ഒരാളാണ്. പക്ഷേ ഒരിക്കലും ജന്മന ഒരു ഹാർഡ് ആൻഡ് ക്രിമിനലായി പോയത് കൊണ്ട് അയാളെ മാറ്റാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഒരാളെ എനിക്ക് ഓർമ്മയുണ്ട്. അയാളെ ഞാൻ അറസ്റ്റ് ചെയ്തതാണ്. ഞാൻ എസ് ഐ ആയിരിക്കുമ്പോഴാണ്. ഒരു 40 കേസാണ് അയാൾക്കെന്ന് അന്നത്തെ ഡിറ്റക്ഷനായി ഭാര്യ ജാമ്യം എടുക്കാൻ വന്നപ്പം ഇയാൾ എന്നെ വിളിച്ച് കാണിച്ചപ്പോൾ, സാറേ എൻ്റെ ഭാര്യ പുറത്ത് നിൽക്കുന്നുണ്ടെന്ന് വിളിക്കാൻ പറഞ്ഞു. ഞാൻ നിങ്ങൾ വക്കീലിനെ അറേഞ്ച് ചെയ്തോളൂ. അപ്പം ഇവർ അവിടെ നിന്നിട്ട് ഇയാളുമായിട്ട് സംസാരിക്കുകയും ഇയാളെ കണ്ട് കരയുകയൊക്കെ ചെയ്തപ്പോൾ എനിക്ക് സങ്കടം തോന്നി. ഞാൻ പറഞ്ഞു, ആരെങ്കിലുമൊക്കെ വെച്ച് നിങ്ങൾ ജാമ്യത്തിന് ശ്രമിച്ചോളൂ, പക്ഷേ ഇപ്പോൾ ഉടനെ ഒന്നും കിട്ടാൻ പോകുന്നില്ല. ഇയാൾ എങ്ങനെയെങ്കിലും കൊണ്ടുപോയി നന്നാക്കാൻ നോക്ക്. ഇവനെ കണ്ടിട്ടൊക്കെ നല്ല മിടുക്കൻ സുന്ദരൻ, എന്തെങ്കിലുമൊക്കെ നല്ല ജോലിയൊക്കെ കിട്ടും. നിങ്ങളും നല്ലൊരു സ്ത്രീയാണ്, എവിടെയെങ്കിലും പോയി, ചെറുപ്പമല്ലേ, എവിടെയെങ്കിലും പോയി നന്നായിട്ട് ജീവിച്ചുകൂടെ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഇവൾ കരഞ്ഞു, ഇവൻ കരഞ്ഞു. ഇവൾ ഇറങ്ങിയപ്പോൾ ഞാൻ അയാളോട് ഒരു കാര്യം പറഞ്ഞു. ഈ നിൻ്റെ ഭാര്യ ചെറുപ്പമാണ്, ഇവിടെ ഇങ്ങനെ നടന്നു ഇയാളെ ജാമ്യത്തിൽ ഇറക്കാൻ നോക്കിയാൽ ഇത് പ്രശ്നത്തിലേ അവസാനിക്കുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഇവളെ വീട്ടിൽ പറഞ്ഞു വിടണം. ആരെങ്കിലും നിങ്ങളുടെ ബന്ധുക്കളുണ്ടെങ്കിൽ വരാൻ പറയും. അവർ വന്നിട്ട് ഇയാളെ ജാമ്യത്തിൽ ഇറക്കി കൊണ്ടുപോകാൻ നോക്കട്ടെ. ഉടനെ ജാമ്യം കിട്ടില്ല, അത് ഉറപ്പാണ്. അപ്പോൾ പോകാൻ നേരത്ത് ഈ പെണ്ണ് അവിടെ നിന്ന് വീണ്ടും കരഞ്ഞപ്പോൾ ഞാൻ അവരെ വിളിച്ചിട്ട് ഉപദേശിച്ചു, നിങ്ങളിവിടെ നിൽക്കരുത്, നിങ്ങൾ കുറച്ച് ദിവസം അയാൾ എന്തായാലും ജയിലിലായിരിക്കും. അത് കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആലോചിക്കാം. പക്ഷേ അവർ അനുസരിച്ചില്ല, പോയില്ല. അവരവിടെയുള്ളൊരു ഒരാളുടെ കൂടെ കൂടി, ഒരു രാഷ്ട്രീയക്കാരൻ്റെ കൂടെ കൂടി, ഇപ്പോൾ ഒരു വക്കീലിനെ കണ്ടു. പിന്നീട് ഞാൻ അവരെ കാണുന്നത് 2 ദിവസം കഴിഞ്ഞ് അവർ ഓട്ടോറിക്ഷയിൽ വക്കീലിൻ്റെ കൂടെ പോകണതാണ്, എങ്ങോട്ടോ ജാമ്യം കൊടുക്കാനായിരിക്കും. അത് കഴിഞ്ഞ് വേറൊരാളെ കൂടെ കണ്ടു ഞാൻ. പിന്നെ നമ്മൾ ഇടപെടേണ്ട ആവശ്യമില്ല, അയാൾ ജയിലിലായി. അത് കഴിഞ്ഞ് ഒരു 4-5 മാസം കഴിഞ്ഞപ്പം ഒരു ദിവസം പത്രത്തിലെ വാർത്ത, ഈ സ്ത്രീ വേറൊരു ഓട്ടോറിക്ഷക്കാരൻ്റെ കൂടെ മലപ്പുറത്തൊരു സ്ഥലത്ത് പോയി. അവിടെ ജീവിച്ചു വരിക അടുത്ത വീട്ടിലൊരു സ്ത്രീയുടെ മാല പറിക്കാൻ ശ്രമിച്ചു. അവർ തടഞ്ഞു, അവരെ കൊന്നു. ഇവർ രണ്ടുപേരും കൂടെ അറസ്റ്റായി ജയിലിലേക്ക് പോയി, റിമാൻഡിൽ. എന്ന് പറഞ്ഞിട്ട് കേൾക്കാത്തത് കൊണ്ടാണ്
അവർക്ക് ആ സംഭവിച്ചത്. ഇയാൾ ജയിലിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് എൻ്റെ അടുത്ത് വന്ന് ഈ കഥയൊക്കെ പറഞ്ഞ് കുറച്ച് കരഞ്ഞു. അപ്പോൾ എനിക്കൊരു മകനുണ്ട് സാർ, അവനൊന്ന് നന്നാക്കണം. അപ്പോൾ എനിക്ക് ഒരു പേടിയുണ്ട്, ഇങ്ങനെ പല സ്ഥലത്തും നമുക്ക് പണി കിട്ടിയുണ്ട്. ശ്രമിച്ചു നോക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ പെരുമാറ്റത്തിലൊക്കെ ഒരു സന്തോഷം തോന്നിയുകൊണ്ട് ഞാൻ ഇയാളെ കൊണ്ടുപോയി പാലായിലെ ഒരു ഹോട്ടലിൽ, കാദംബരി, എൻ്റെ സുഹൃത്തിൻ്റെയാണ്, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ്, അവിടെ കൊണ്ടുപോയി നിർത്തി. അപ്പോൾ കാദംബരിയിലെ തോമസ് ഇയാളെ നന്നായിട്ട് നോക്കി. ഞാനൊരു 2 മാസം 3 മാസമൊക്കെ കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ അവിടെ അന്ന് ഫുൾ സ്ലീവ്സൊക്കെ ഇട്ടാണ്, വൈറ്റ് ഫുൾ സ്ലീവ്സൊക്കെ ഇട്ടാണ് ജോലി ചെയ്യണത്. ഷെഫായി കുറച്ച് ഇതൊക്കെ പഠിച്ചു, നന്നായിട്ട് ആൾക്കാരുടെ ഇടപെടും, നന്നായിട്ട് എല്ലാം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അവിടെ നിന്ന് അയാൾ തൊടുപുഴയ്ക്ക് മാറിപ്പോയി. അവിടുത്തെ ഒരു നല്ല ഹോട്ടലിൽ, ഒരു കൊള്ളാവുന്ന ഏറ്റവും ബെസ്റ്റ് ഒരു ഹോട്ടൽ, ബാർ ഹോട്ടലിൽ നിന്ന് അയാൾ അവിടുത്തെ ജോലിയെല്ലാം പഠിച്ചു. തിരിച്ച് ഇപ്പം എനിക്ക് പരിചയമുള്ളൊരു നഗരത്തിലുണ്ട്, വളരെ നന്നായി ജീവിക്കുന്നു. അയാളുടെ മകനെ വിദേശത്താണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത്. അയാൾ 2ാമതൊരു കല്യാണം കഴിച്ചു, വളരെ പീസ്ഫുള്ളായിട്ട്. ഞാൻ ചോദിക്കും, അപ്പോൾ എന്നോട് പറഞ്ഞു, വളരെ സന്തോഷമാണ്, എന്നെ ഇവിടെ ഉള്ളവർക്കൊന്നും എൻ്റെ പഴയ കഥ അറിയാത്തതുകൊണ്ട് ഞാൻ ഇവിടുത്തെ ഒരു മഞ്ഞനായിട്ട് അങ്ങനെ ജീവിച്ചു പോകുന്നു, അതുകൊണ്ട് കുഴപ്പമില്ല സാർ എന്ന് പറഞ്ഞു. ആ പെണ്ണ് ജീവപര്യന്തം മേടിച്ച് അകത്താണ്. അപ്പോൾ അയാൾക്ക് നമ്മൾ ഒരു ചെറിയ ഒരു അവസരം കൊടുത്തപ്പം അതിൽ തൂങ്ങി ജീവിതം തിരിച്ചു പിടിച്ച ഒരു മനുഷ്യനാണ് അയാൾ. അപ്പം ഒരിക്കലും നന്നാകാത്ത ഒരാൾ, നന്നാവാൻ ശ്രമിച്ചിട്ട് കിട്ടിയ ആദ്യ അവസരത്തിൽ നന്നായ ആൾ, നന്നാവാൻ ശ്രമിച്ചിട്ട് വിധിയുടെ വൈപരീത്യം കൊണ്ടോ എന്തോ വീണ്ടും മോഷ്ടാവായി പോയ ഒരാൾ, ഇങ്ങനെ പലരെ നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്. സുരക്ഷ നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഒരു 4-5 ദിവസത്തേക്ക് ഒരു വീട്ടിൽ ലൈറ്റ് പുറത്തുണ്ടായാൽ അതിലേ കടന്നു പോകുന്ന കള്ളൻ കൃത്യമായി മനസ്സിലാക്കും ഇവിടെ വീട്ടിൽ ആളില്ല. കൊള്ളാവുന്നൊരു വീടാണ്, അവിടെ സ്വർണ്ണം ഉണ്ടാകാൻ ചാൻസ് ഉണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ അവർ കയറും. അയൽക്കാരെ എന്തോ തട്ടുമുട്ടോ കേട്ടു, പട്ടിയാണോ എന്താണെന്നറിയാതെ നോക്കത്തില്ല, കൊണ്ടുപോകും. വാതിക്കൽ പാല്, പത്രം ഇതൊക്കെ കിടന്നാൽ ഒന്ന് എടുത്തെങ്കിലും വെപ്പിച്ചില്ലെങ്കിൽ ആളില്ലെന്ന് ഉറപ്പാണ്. ഈ ആൾ ഉണ്ടെങ്കിൽ തന്നെ പുറത്ത് ലൈറ്റ് ഇട്ടിരുന്നാൽ, ഇപ്പോൾ എന്തെല്ലാം സുരക്ഷാ മാർഗമുണ്ട്, ക്യാമറ വയ്ക്കാൻ, ലൈറ്റ് ഇടാം, അല്ലെങ്കിൽ നായകളെ വളർത്താം. ഇതൊക്കെ വേണ്ടെന്ന് വിചാരിക്കുന്ന സ്ഥലങ്ങളിൽ നമ്മൾ തുറന്നിട്ട് കൊടുക്കുന്ന വാതിലിലൂടെയാണ് ഇവർ കയറുന്നത്. ജനൽ രാത്രി കിടക്കുമ്പോൾ കൊളുത്തുന്നിട്ട് ഒരു പ്രശ്നം വരാനില്ല, ആ ജനൽ തുറന്നിട്ടേക്കും. കമ്പി അഴി പൊളിച്ച് കയറുന്നതിന് വളരെ എളുപ്പമാണ്. നല്ല ഒരു കട്ടിയുള്ളൊരു സാധനം കൊണ്ടുവന്ന് ഞെക്കിയാൽ അഴി ആയെന്ന് കിട്ടും, അത്തോട്ട് കയറാം. അപ്പോൾ പലതരം മോഷ്ടാക്കളുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, വിശപ്പ് കൊണ്ട് മോഷണം നടത്തിയ ഒരാളെ തല്ലിക്കൊന്ന ഒരു നാടാണിത്. അവരെ നമ്മൾ കള്ളനെന്ന് വിളിക്കരുത്. അവൻ്റെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ എല്ലാവരും കള്ളന്മാരല്ല, സാഹചര്യം കൊണ്ട് അങ്ങനെ ആയിപ്പോകുന്നവരുണ്ട്. നന്നാക്കാൻ പറ്റുന്ന ഏതവസരവും നമ്മളവരെ നന്നാക്കാൻ കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.